ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം നമഃ ശിവായ ശിവായേ നമോ. ഓം നമഃ ശിവായ ശിവായേ നമോ. ഓം നമഃ ശിവായ ശിവായേ നമോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഹ്രൂം നമഃ പരായ ഗോപ്ത്രേ നമഃ. ഓം വജദ്ഭുവേ നമഃ. ഓം ഹ്രീം നമഃ. ഓം രം രക്തേശ്വര്യൈ നമഃ. ഓം നമോ നാരായണായ രക്ഷസ്വമൂർത്തേ നമഃ. പുത്തൻകാവിലമ്മേ ശരണം. പെരുമ്പാലൂരമ്മേ ശരണം. ശ്രീധർമ്മശാസ്താവേ ശരണം. ഹനുമൻ സ്വാമിയേ ശരണം. ശ്രീ അന്നപൂർണേശ്വരിയേ ശരണം. സർവദാഭ്യോം ദേവതാഭ്യോം നമഃ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം മരോഗതാം അജാഢ്യം വാക്പടുത്വം ച ഹനുമത് സ്മരേണാത് ഭവേത്. ഓം വാണീദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനീ ത്രിജഗതാം നാഥേ വിരിഞ്ചപ്രിയേ. വാണീ ദോഷമശേഷമാശുകളവാനെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീം മൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും അനുഗ്രഹീതമായിരിക്കുന്ന ഈ പുണ്യ ദിവസത്തിലേക്ക് വിനീതമായ സ്വാഗതം. എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരനും ജഗദീശ്വരിയും നല്ലവരായിരിക്കുന്ന നമുക്കെല്ലാവർക്കും എന്നും എപ്പോഴും നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീദേവി, ഒപ്പം സഹിച്ചേട്ടന്, അതോടൊപ്പം തന്നെ ശ്രീ പ്രകാശ് ഇജി, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമുക്ക് വളരെ അവിചാരിതമായിട്ട് എനിക്ക് തലവേദനയുടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്, സത്യം അതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ലൈവിലേക്ക് വരാതിരുന്നത്. എന്തായിരുന്നാലും നമുക്ക് ഇന്ന് ആ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇന്ന് 6ാമത്തെ ദിവസമാണെങ്കിലും നമ്മൾ എഴുതിയേക്കുന്ന 5ാം ദിവസമാണെന്നാണ്. നമുക്കിത് 5ാമത്തെ ദിവസമാണല്ലോ. അപ്പോൾ ഇന്ന് വളരെയധികം പ്രത്യേകതകളുള്ള, വിശേഷതകളുള്ള ഒരു ദിവസമാണ്. കാരണം ദൈവീകമായിരിക്കുന്ന തലങ്ങളോട് കൂടിയ ഒരു അനുഗ്രഹീതമായിരിക്കുന്ന വിഷയങ്ങളെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഗീതാമോഹൻ നമസ്തേ. സുനിൽ കാശി നമസ്കാരം. അപ്പോൾ എല്ലാ വിധത്തിലും നമ്മൾ ഓരോ തലങ്ങളെ ചിന്തിക്കുമ്പോഴും ആ തലങ്ങളെല്ലാം അനുഗ്രഹീതമായിരിക്കുന്ന ഗുണങ്ങളോട് കൂടി തന്നെയാണ് അത് മുന്നോട്ട് പോകുവാനായിട്ട് സാധ്യമാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് അതൊടിഞ്ഞെടുത്ത് വെച്ചു ഇപ്പോൾ പോകും. എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം ഗുണകരമായിട്ട് തന്നെ നമുക്ക് വന്നു ഭവിക്കണം. അപ്പോൾ അതിന് എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന തലത്തിലേക്കായിട്ട് മാറുവാൻ ജഗദീശ്വരനും ജഗദീശ്വരിയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയുമെല്ലാം ഗുണകരമായി വന്നു ഭവിക്കുവാൻ ജഗദീശ്വരനും ജഗദീശ്വരിയും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം. കുത്തിയിട്ട് ചാർജ് ചെയ്ത്. ജയകുമാർ പനിച്ചിക്കൽ നമസ്കാരം. ദിനേശ് ദിവാകരൻ നമസ്കാരം. അപ്പോൾ ആ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളെയും ഐശ്വര്യങ്ങളെയുമാണ് നമുക്ക് ശ്രദ്ധിക്കപ്പെടേണ്ടത്.
അപ്പം രാമായണത്തിൻ്റെതായിരിക്കുന്ന തത്വചിന്തകളും രാമായണത്തിൻ്റെതായിരിക്കുന്ന തലങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്ന വിധത്തിലുള്ള ചൈതന്യത്തെ നമ്മൾ മനസ്സിലാക്കണം. അതിന് നമുക്ക് സാധ്യമാകണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് കടക്കാം. നമ്മൾ പറഞ്ഞു, ദശരഥ മഹാരാജാവിൻ്റെ മക്കളായിരിക്കുന്ന രാമലക്ഷ്മണന്മാർ ബ്രഹ്മർഷിയായിരിക്കുന്ന വിശ്വാമിത്രനോടൊപ്പം യാഗരക്ഷ ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും കൂടി ജനക മഹാരാജാവിൻ്റെ യാഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ ധനുസ്സുണ്ട്. അത് ശൈവചാപമാണ്. ആ ശൈവചാപം കുലയ്ക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതകൾ ഉള്ളതാണ്. അതെല്ലാവർക്കും ഒന്നും സാധ്യമാകുന്നതല്ല. അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ രാമലക്ഷ്മണന്മാർക്കെല്ലാം അതിലൊരു ആകാംക്ഷയുണ്ടായി. അവരുടെ പ്രായം അതാണല്ലോ. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയും പുതിയ പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം താല്പര്യമുള്ള ഒരു സങ്കല്പമാണ്. വലിയ കുന്നം പുഷ്പകുമാർ നമസ്കാരം. രജനി രാമേന്ദ്രൻ നമസ്കാരം. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രത്തോളമായിരുന്നാലും ഇതിൽ പങ്കെടുക്കണമെന്ന് രാമലക്ഷ്മണന്മാർക്ക് ആഗ്രഹം ഉണ്ടായപ്പോൾ അത് വിശ്വാമിത്ര മഹർഷി അറിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അത് തീർച്ചയായിട്ടും അത് ഒരു നിമിത്തമാണ് നമ്മളുടെ ജീവിതത്തിൽ. എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും അതിനെയെല്ലാം ഒരു നിമിത്തമായി നമ്മൾ പലപ്പോഴും കാണും. ഇപ്പോൾ നമ്മൾ പരസ്പരം കാണുന്നു, സംസാരിക്കുന്നു, നമ്മൾ പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു. ഇവയെല്ലാം ഒരു മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ വിചാരിക്കും ഇതെല്ലാം യാദൃശ്ചികമാണ് എന്ന്. നമ്മളുടെ ചിന്തകൾക്ക് നമുക്കങ്ങനെ തോന്നുമെങ്കിലും പക്ഷെ അങ്ങനെയല്ല. മറിച്ച് പല കാര്യങ്ങളും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും കൃത്യമായി നമുക്കവിടെ നടപ്പിലാവുന്നതും നടപ്പിലാക്കാൻ പറ്റുന്നതുമൊക്കെ എന്ന് നമ്മൾ മനസ്സിലാവണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ പരിചയപ്പെടുന്നു. അപ്പോൾ ആ പരിചയപ്പെടുന്നതിന് അത് അങ്ങനെ സംഭവിക്കണമെന്നൊരു വിധി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ എത്രയോ ദൂരെയുള്ള ആൾക്കാരെ പോലും നമ്മൾ ഒരിക്കൽ നേരിട്ട് കാണുകയും അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുകയും വീണ്ടും അതിൻ്റെ ഒരു ഭാഗമായി മാറുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ദിലീപ് കുമാർ നമസ്കാരം. മനുപ്രസാദ് നമസ്കാരം. അപ്പോൾ അതുകൊണ്ട് ഏതെല്ലാം വിധത്തിൽ ആണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കുട്ടികളുടെ ഒരു പ്രായവും അതുതന്നെയാണ്. അപ്പോൾ കുട്ടികളുടെ ഈ പ്രായത്തിൽ അവർക്ക് കൃത്യമായിട്ട് വേണ്ടുന്ന ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ആ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം പ്രത്യേകതകൾ ഉള്ളതാണ്. നമ്മൾ ആ ഒരു തലത്തിലേക്ക് നിൽക്കുമ്പോഴാണ് നമുക്കത് പരിപൂർണമായിട്ട് മനസ്സിലാകുന്നത്. രക്ഷകർത്താവ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും മാത്രമല്ല. രക്ഷകർത്താവ് രക്ഷിക്കുവാനായി തയ്യാറായിട്ടുള്ളവരാരോ ബാബു എൻ ബി വിശ്വാമിത്രൻ ബ്രഹ്മർഷിയാണോ രാജർഷിയാണോ എന്നാണ് വായിച്ചത്. ക്ഷത്രിയനായ വിശ്വാമിത്രൻ കൊടുത്ത അവസാനിഷ്ഠി അദ്ദേഹത്തിനും അല്ല, അദ്ദേഹം രാജർഷിയിൽ നിന്ന് ബ്രഹ്മർഷിയായി മാറിയ ആളാണെന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ലഭിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്. രാജർഷി, അദ്ദേഹത്തെ നമ്മൾ മഹർഷി എന്ന് പറയുന്നു. ഞാനത് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം രാജർഷിയാണ്, പിന്നീട് അത് ബ്രഹ്മർഷിയായി മാറിയതാണ് എന്ന് തന്നെ ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിരുന്നതാണ്. ഒരുപക്ഷെ അങ്ങത് കേൾക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ അഥവാ എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. ഞാൻ തിരിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ്, പല പ്രാവശ്യം ഞാൻ അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. കാരണം വിശ്വാമിത്ര മഹർഷി ബ്രഹ്മർഷിയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തെ രാജർഷിയായിരുന്നു. രാജർഷിയിൽ നിന്നും ബ്രഹ്മർഷിയിലേക്ക്, ബ്രഹ്മപദത്തിലേക്ക് അദ്ദേഹത്തിന് ബ്രാഹ്മണ പദവി എന്നല്ല ബ്രഹ്മപദവി അദ്ദേഹത്തിന് ലഭിച്ചതാണെന്നാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്, വായിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ന്യായം. ഒരു പക്ഷേ അതിനകത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കൊന്നുകൂടെ പരിശോധിക്കാം വേണമെങ്കിൽ. അപ്പോൾ പറഞ്ഞു വന്നത് പോയി. അല്ല,
ഭവിഷ്യട്ടം പറഞ്ഞ കാര്യത്തെ ഞാനത് അംഗീകരിക്കുന്നു കേട്ടോ. അപ്പോൾ കാരണം ഈ ചിലപ്പോൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാമല്ലോ, നമുക്ക് വാക്കുകളൊക്കെ ചിലപ്പം മാറിപ്പോവുകയൊക്കെ ചെയ്യാം, അതറിയില്ല. എന്തായാലും ചേട്ടൻ അത് ചൂണ്ടിക്കാണിച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞെന്നാണ് എൻ്റെ അറിവ്. കാരണം പല പ്രാവശ്യം നമ്മൾ ഈ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നമുക്ക് ബ്രഹ്മർഷി എന്ന് പറയൽ ചിലപ്പോൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറ്റിയെന്ന് വരത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാനത് ഇടയ്ക്ക് പറയുന്നുണ്ട്, വിശ്വാമിത്ര മഹർഷി ബ്രഹ്മർഷിയാണെന്ന് ആണ്, രാജർഷിയായിരുന്നു, അവിടുന്ന് ബ്രഹ്മർഷിയായി മാറിയ ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ബ്രാഹ്മണ പദവി എന്നല്ല, ബ്രഹ്മ പദവി കിട്ടിയ ആളാണെന്നാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിശ്വാമിത്ര മഹർഷിയിൽ നിന്നും, മഹർഷി എന്ന് പറയുന്നത് കൊണ്ട് ഇത് പറഞ്ഞു വരുന്നതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം വിശ്വാമിത്രൻ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ ഒരു പ്രായോഗിക പ്രയാസം, ചിലപ്പോൾ അതങ്ങനെ വരില്ല, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തോടൊപ്പം തന്നെ രാമലക്ഷ്മണന്മാർ ഇങ്ങനെ ഒരു ആഗ്രഹം അറിയിച്ചപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ ഇവർ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഒരുപാട് ഭാഗങ്ങളെ ഇതിൽ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. കാരണം ഒരുപാട് വിഷയങ്ങളെയും കൂടി അവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. കാരണം വാൽമീകി രാമായണത്തിൽ കുറച്ചുകൂടി മെച്ചമായിട്ടുള്ള ഒരുപാട് അതിൻ്റെ ഒരു പരമ്പരയുടെ അവസ്ഥ തന്നെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഈ സമയ വിഷയം കൊണ്ടാണ് ഞാനത് അത്രയും പറയാത്തത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അപ്പോൾ ഓരോ കാര്യങ്ങളും പോകുന്ന വഴിക്കൊക്കെ ഈ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്ന വിധത്തിലാണ് ഓരോ വിഷയങ്ങളെയും സംബന്ധിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഈ കൂട്ടത്തിൽ വസിഷ്ഠ മഹർഷിയെ കാണുന്നുണ്ട്. അപ്പോൾ വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിലുണ്ടായ തർക്കത്തെയും അവർ തമ്മിലുണ്ടായ വഴക്കുകളെയും പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ യാത്രകൾ പോകുന്ന വഴിക്കാണ് അഹല്യാമോക്ഷം, ഗൗതമ മഹർഷിയുടെ ഭാര്യയായിരിക്കുന്ന അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുക്കുന്ന ഭാഗം. കല്ലിൽ ഒരു കാല് ഭഗവാന്റെ പാദം ഒരു കല്ലിൽ തട്ടി അതൊരു സുന്ദരിയായിരിക്കുന്ന ഒരു അഹല്യയായി മാറി എന്നാണ്. അപ്പം നമുക്കറിയാം പാതിവ്രത്യത്തിന് ഉണ്ടായിരിക്കുന്ന ഭംഗത്തിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു വിഷയമുണ്ടായത്. കാരണം ദേവേന്ദ്രനാൽ ഗൗതമ പത്നിയായിരിക്കുന്ന അഹല്യയ്ക്ക് ചാരിത്രഭംഗമുണ്ടായി എന്നും അതിന് ഒരു ശാപം കൊടുത്തതാണ്. കാരണം ഒരു സമയത്ത് തന്നെ ഉള്ളിൽ ഇങ്ങനെയൊരു തെറ്റായ ചിന്ത പ്രവർത്തിച്ചത് കൊണ്ട് കല്ലിന് സമമായി മനസ്സ് എന്നാണ് പറയുക. അപ്പോൾ കല്ലിന് സമമായി മനസ്സെങ്കിൽ അതൊരു കല്ലായി മാറട്ടെ എന്നും, ഇവിടെ ഏതൊരു സ്ത്രീയെയും തെറ്റായ തലത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട്, മാത്തൂരമ്മേ നമസ്കാരം, അപ്പം എത്തിയത് കൊണ്ട് നിന്റെ പ്രത്യുൽപാദന ശേഷി ഇല്ലാതാകട്ടെ എന്ന് ഇന്ദ്രനെ ശപിച്ചു എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ആ ഗൗതമ മഹർഷിയുടെ ആ ശാപം നിമിത്തം ശിലയായി മാറിയ അഹല്യയ്ക്ക് ഭഗവാൻ ശാപമോക്ഷം കൊടുത്തുവെന്നും അവിടെ അഹല്യാദേവി ഗൗതമ മഹർഷി എത്തുകയും രണ്ടുപേരും കൂടി ഭഗവാനെ പൂജിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുക. അവിടെ നിന്ന് അവർ യാത്ര പുറപ്പെടുന്ന ആ ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള വിഷയങ്ങളെയും വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശ്യാമള വിജയ നമസ്കാരം. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു പോകുന്നിടത്താണ് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്കായിട്ട് പോകുന്നു. അപ്പോൾ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്കായി പോകുന്ന സമയത്ത് പോകുന്ന വഴികളിൽ ഉണ്ടാകുന്ന മഹത്തുക്കളായിരിക്കുന്ന സജ്ജനങ്ങളായിരിക്കുന്നവർ ഓരോരുത്തരെയും കണ്ട് അവരുടെ എല്ലാം കഥാഭാഗങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. രാജീഷേ നമസ്തേ. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു കഥ പറയുന്നുണ്ട്. അതായത് കാർത്തികേയൻ്റെ കഥ, കൃത്തികകളുടെ മകനായിട്ട് വന്ന കാർത്തികേയൻ എന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ കഥ ഇവിടെ പറയുന്നുണ്ട്. വാൽമീകി രാമായണത്തിൽ സുബ്രഹ്മണ്യ ജനനം ഒരു പ്രധാന വിഷയമാണ്. അവിടെ അതിനകത്തിൽ പ്രധാനമായിട്ടും ഹിമവാന്റെ മേനയുടെയും മകളായിരിക്കുന്ന ഹൈമവതി എന്ന പാർവതി ഭഗവാൻ ശ്രീ പരമേശ്വരനെ വിവാഹം കഴിക്കുന്നുവെന്നും
കുറേ കാലം അവർ സന്താനോൽപാദനത്തിനായി പരിശ്രമിച്ചിട്ടും അവർക്ക് സന്താന യോഗം ഉണ്ടാകാതെ വന്നപ്പോൾ പാർവതീദേവിയുടെ വിഷമം വളരെ വലുതായിരുന്നു. അങ്ങനെ വിഷമത്തിൻ്റെ ആ സമയത്താണ് ബാലചന്ദ്രൻ ശാന്തി അരുവിപ്പുറം, നമസ്കാരം. അപ്പോൾ അങ്ങനെ പോകുന്ന ആ അത്രയും കാലം സന്താന ഗുണം ഭഗവാൻ ഇല്ലാതെ വന്നതുകൊണ്ട് തന്നിലുള്ള സന്താന ചൈതന്യ വിഷയം വളരെയധികം ബലമുള്ളതാണ് എന്നും അത് സ്വീകരിക്കാൻ പാർവതീദേവി മനസ്സുകൊണ്ട് തയ്യാറാകാത്തതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തയ്യാറാകാതിരുന്നപ്പോൾ ഈ ചൈതന്യത്തെ എവിടെയാണ് ഇത് നിക്ഷേപിക്കപ്പെടേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അഗ്നിദേവൻ പറയുന്നുണ്ട്, അത് എന്നിലേക്ക് നൽകിയാലും അത് ഞാനത് വഹിച്ചുകൊണ്ട് പോകാം എന്ന് പറഞ്ഞ് അഗ്നിദേവന്റെ കയ്യിൽ ഇത് കൊടുത്തു വിടുകയും അഗ്നിദേവൻ ഇത് ഗംഗയിൽ സമർപ്പിക്കാൻ ചെന്നപ്പോൾ ഗംഗാദേവി ഇതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നീട് അത് കൃത്തികകളായിരിക്കുന്ന കൃത്തികകൾ എന്ന് പറയുന്ന വനത്തിലെ ദേവതകളിൽ സമർപ്പിക്കുകയും ഇതിനെ എല്ലാവരെയും ഈ ചൈതന്യത്തെ 6 കുട്ടികളായി തന്നെ അവർ വിഭജിച്ച് സ്വീകരിച്ചു എന്നാണ്. അപ്പോൾ 6 കുട്ടികൾ ഒരുപോലെ വന്നു എന്നാണ്. ശരവണ പൊയ്കയിൽ കൃത്തികകളുടെ മക്കളായിട്ട് ഇവരിത്രയും ഈ 6 മക്കള് വന്നു എന്നാണ്. അപ്പം ഈ 6 മക്കളും ഒരുപോലെ ചേർന്ന ഒരു തലം വന്നു. അങ്ങനെ കൃത്തികകൾ വളർത്തി വലുതാക്കിയ ആ കുട്ടിക്ക് കാർത്തികേയൻ എന്നും ശരവണ പൊയ്കയിൽ വളർന്നതുകൊണ്ട് ശരവണൻ എന്നും ഭഗവാനെ വിളിക്കുന്നു എന്നാണ് പറയുക. അതുകൊണ്ട് ഈ കുട്ടിയെ പിന്നീട് സൈന്യാധിപനും അല്ലെങ്കിൽ സേനാധിപനാക്കി മാറ്റിയെന്നാണ്. അപ്പോൾ ഈ കഥാഭാഗത്തെ ഗംഗാദേവിയുടെ കഥ പറയുന്ന കൂട്ടത്തിൽ ഇവിടെ ഭഗവാൻ വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാമലക്ഷ്മണന്മാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ശരവണ പൊയ്കയിലെ ശരവണനും കൃത്തികകളുടെ മകനായിരിക്കുന്ന കാർത്തികേയനെയും പ്രാർത്ഥിച്ച് അനുഗ്രഹത്തോടുകൂടി സർവ സൈന്യാധിപനായിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി, ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹവും കൂടി ഉള്ളാലെ സ്വീകരിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പപ്പേട്ട നമസ്കാരം. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന വഴിക്ക് ഓരോ സമയത്തും അവർ പോകുന്ന വഴിക്ക്, അതായത് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്ന വഴിത്താരകളെല്ലാം വർണ്ണാഭമായിരിക്കുന്ന ചൈതന്യവത്തായിരിക്കുന്ന കൊടിതോരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ആ അലങ്കാരികമായ തലത്തിൽ ഒരു പുതിയ കൊട്ടാര സദൃശമായ സ്ഥലത്തിലേക്ക് ഇവർ 3 പേരും ചെന്നെത്തുകയും ഇവരോടൊപ്പം ഒരുപാട് ഋഷീശ്വരന്മാരായിരിക്കുന്ന ഋഷിമാരും സന്യാസിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിശ്വാമിത്രനും ഒപ്പം 2 സുന്ദരന്മാരായിരിക്കുന്ന കുട്ടികളും കൂടി എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ ജനക മഹാരാജാവ് ഇവരെ എല്ലാവരെയും യഥോചിതം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അതിഥികളായിരിക്കുന്ന ആതിഥേയത്വം നന്നായി ചെയ്യേണ്ടവരായിരിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് രാജാവ് എന്നുള്ളത് കൊണ്ടും ഏതൊരു വ്യക്തിയെയും നമ്മൾ വേണ്ട വിധത്തിൽ ആതിഥ്യ മര്യാദയോടുകൂടി അത് വലിയ ആളാണെന്നോ ചെറിയ ആളാണെന്നോ ഒന്നും നോക്കാതെ അവരെ വേണ്ട വിധത്തിൽ അവരെ സ്വീകരിക്കപ്പെട്ടു. അപ്പം അങ്ങനെ വിശ്വാമിത്രനോടൊപ്പം വന്ന കുട്ടികളെ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാം അയോധ്യാധിപനായിരിക്കുന്ന ദശരഥന്റെ മക്കളായിരിക്കുന്ന രാമനെയും ലക്ഷ്മണനുമാണ്. അപ്പോൾ ഈ വന്നിരിക്കുന്ന യുവമിഥുനങ്ങളായിരിക്കുന്നവർക്ക് അവരുടെ സൗന്ദര്യത്തിൻ്റെ തെളിച്ചം കൊണ്ട് കൊട്ടാരത്തിലുള്ളവരെല്ലാവരും രാമനെ നന്നായി ശ്രദ്ധിച്ചു എന്നാണ് പറയുക. കാരണം മുഖത്തിൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യമല്ല ഒരിക്കലും മുഖത്തുണ്ടാകുക എന്ന് പറയുന്നത്. മുഖത്തൊരു ശോഭയുണ്ട്, ആ മുഖത്തുണ്ടാകുന്ന ഒരു ചൈതന്യമുണ്ട്. അത് അവരവരുടേതായിരിക്കുന്ന കർമ്മഫലങ്ങൾ കൊണ്ട് അവരവരുടേതായിരിക്കുന്ന ചൈതന്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമുക്കറിയാം ദേവന്മാരുടെയൊക്കെ പുറകിലെ ഒരു പ്രകാശവലയൊക്കെ നമുക്ക് കാണും. ആ പ്രകാശവലയൊക്കെ ഉള്ള വളരെ അങ്ങനെയുള്ള ഒരു ശക്തിയുള്ളവർക്ക് ശ്രീനാരായണ ഗുരുദേവനെ പോലെയും ശ്രീശങ്കരാചാര്യരെ പോലെയും ചട്ടമ്പി സ്വാമികളെ പോലെയും ഒക്കെയുള്ള മഹത്തുക്കളായിരിക്കുന്നവർ അവർ വലിയ വിദ്യാഭ്യാസം ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ള പവറുകളല്ല, മറിച്ച് അവരവരുടെ ജീവിതത്തിൽ ആർജിച്ചെടുത്ത ബ്രഹ്മചൈതന്യത്തിൻ്റെ ശക്തിയാണ്.
അതാണ് യഥാർത്ഥമായിരിക്കുന്ന ബ്രാഹ്മണത്വം എന്ന് പറയുന്നത്. ഒരു ജാതിയിൽ ബ്രാഹ്മണ ജാതിയിൽ പിറന്നത് കൊണ്ടോ നമ്പൂതിരിയെ പറഞ്ഞത് കൊണ്ടോ ഒന്നും ആകുന്നില്ല. മറിച്ച് ആ ഓരോ വ്യക്തികളും അവരവരിൽ ഉണ്ടാക്കുന്ന ബ്രാഹ്മണ്യം എന്ന് ബ്രഹ്മത്വം എന്ന് പറയുന്ന ഒരു ശക്തി വൈഭവം, അത് ക്ഷത്രിയനാണെങ്കിൽ അത് തന്നെ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആരായിക്കൊള്ളട്ടെ, നമ്മളെ ആ പേരിൽ എങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ആരായിരുന്നാലും അവരാൽ ആർജിച്ചെടുക്കുന്ന ഒരു ബ്രഹ്മ ചൈതന്യം, ആ ബ്രഹ്മചൈതന്യത്തിൻ്റെ പ്രഭയാണ് രാമനിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ദൂരെ നിൽക്കുന്നവർക്ക് പോലും ഒരു വലിയ സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെ ഭഗവാനെ തോന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ കൊട്ടാരത്തിലുള്ളവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, നമ്മളുടെ ജനക മഹാരാജാവിൻ്റെ മകളായിരിക്കുന്ന ജാനകി എന്ന സീതയ്ക്ക് എത്ര കണ്ടും യോജിച്ച ആളാണ് ഈ രാമൻ, എത്ര ഭാഗ്യമുള്ളവളാണ്. ഈ ഒരു കാര്യം വിവാഹം നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ സീത എത്ര ഭാഗ്യവതിയാണ് എന്ന് കൊട്ടാരത്തിലുള്ളവരെല്ലാവരും പറയുന്നു എന്നാണ് പറയുക. അങ്ങനെ വിശ്വാമിത്രൻ അവിടെ ചെന്നിട്ട് ജനക മഹാരാജാവിനോട് പറയുന്നുണ്ട്, ഇത് രാമലക്ഷ്മണന്മാർ ഇന്നിവിടെ വന്നത് എന്നോടൊപ്പം അവരുണ്ടായിരുന്നത് യാഗരക്ഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ യാഗരക്ഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ വരികയും അത് വളരെ കൃത്യമായിട്ടും ഉത്തരവാദിത്തത്തോടും കൂടി ചെയ്ത് അവരുടെ കർമ്മങ്ങളെല്ലാം കൃത്യമായി ചെയ്തു കഴിഞ്ഞപ്പോൾ അങ്ങയുടെ കയ്യിൽ ഒരു ധനുസ്സുണ്ട്, ശൈവചാപം ഇരിപ്പുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ശൈവചാപം ഒന്ന് കാണണമെന്ന് ശ്രീരാമചന്ദ്രന് ആഗ്രഹമുണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായി എന്നറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതിനെന്താ, അത് കാരണം ആരാ, വിശ്വാമിത്രനോടൊപ്പമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എത്തിയത്. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമുക്ക് രാമന് ജനക മഹാരാജാവിന് അതൊരിക്കലും തള്ളിക്കളയാൻ സാധ്യമായിരുന്നില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു, ആ ശൈവചാപം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ 5000-ഓളം ഭടന്മാർ 8 ചക്രങ്ങളുള്ള ഒരു ഉന്തുവണ്ടിയിൽ ആ ശൈവചാപം കൊണ്ടുവന്നു എന്നാണ്. അപ്പൊ ഈ ശൈവചാപം കൊണ്ടുവരികയും ഈ ശൈവചാപം കുലയ്ക്കുന്ന ആൾക്ക് എൻ്റെ മകളായിരിക്കുന്ന, അതായത് മണ്ണിൽ നിന്നും ഒരു യാഗം നടത്തി ആ യാഗശാല കത്തിച്ചു കഴിഞ്ഞ് യാഗശാലയിലെ മണ്ണുഴുന്നപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ആളാണ് സീത. പൃഥ്വിയുടെ മകളായി തന്നെ കരുതുന്ന സീത, ജനകന്റെ മകളായി അംഗീകരിക്കപ്പെട്ടത് കൊണ്ട് അത് ജാനകിയായി മാറിയ സീത. ആ സീതാദേവിയുടെ സീതാദേവിയുടെ അനുഗ്രഹം, അതായത് സീതാദേവി എന്ന് പറയുന്ന ഒരു സങ്കല്പം, കന്യകയെ ദാനം നൽകപ്പെടുവാൻ യോഗ്യനാകുന്ന ആള് ഈ ശൈവചാപം കുലയ്ക്കേണ്ട ആളാണ്. അങ്ങനെ ഈ കൊണ്ടുവന്ന ശൈവചാപത്തെ കണ്ടപ്പോൾ രാമൻ എന്ത് ചെയ്തു, അതിൽ ആദ്യം നോക്കിയപ്പോൾ കണ്ടത് ഭഗവാൻ മഹാദേവനെയാണ്. അപ്പോൾ ഭഗവാൻ മഹാദേവനും മഹാവിഷ്ണു എന്ന് പറയുന്നവർ പരസ്പരം പൂരകങ്ങളാണ്. അവർ എന്ത് ചെയ്യും, പരസ്പരം ബഹുമാനിക്കുന്നവരും പരസ്പരം ആരാധിക്കുന്നവരും പരസ്പരം ശക്തിയുള്ളവരും തുല്യമായ ശക്തിയുള്ളവരുമാണ്. അപ്പോൾ എന്ത് ചെയ്തു, മഹാദേവന്റെ സങ്കല്പം കണ്ട മാത്രയിൽ തന്നെ എന്ത് ചെയ്തു, അവിടെ ആ ശൈവചാപത്തിൽ ഇരിക്കുന്ന ഭഗവാൻ ശ്രീ മഹാദേവന്റെ ചൈതന്യത്തെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ തൊഴുതു. അപ്പോൾ തൊഴുതു കഴിഞ്ഞപ്പോഴേക്കും മഹാദേവന്റെ അനുഗ്രഹം അതിനകത്തിലേക്ക് ഉണ്ടായി എന്നാണ്. മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെ ഒന്ന് വണങ്ങിയിട്ടേ ചെയ്യാവൂ. കണ്ടിട്ടില്ലേ, നല്ല മരം വെട്ടുകാരൊക്കെ ചെയ്യുമ്പോൾ ആദ്യം അവർ ചെന്ന മരത്തിനെ തൊട്ടു തൊഴുത് ഒരു അനുവാദം മേടിക്കുന്നത് പോലെ മഹാദേവന്റെ ആ ശൈവചാപത്തെ കുലയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു, അവിടെ മഹാദേവനോട് അനുവാദം ചോദിച്ചു. അങ്ങയുടെ അനുവാദത്തോടു കൂടി ഞാൻ ഈ ശാപം എടുത്തു കുലയ്ക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മഹാദേവന്റെ അനുഗ്രഹത്തോടുകൂടി ശ്രീരാമചന്ദ്രൻ ഈ ചാപമെടുത്ത് കുലയ്ക്കുമ്പോൾ അത് ഒരു ഇടിമിന്നൽ പോലെ അത് ഒടിഞ്ഞു പോവുകയാണ്. ഒരു ഇടിമിന്നൽ പോലെ അത് ഒടിഞ്ഞു പോകുന്നു. ആ ശബ്ദം കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന പല രാജാക്കന്മാരും ആ ശബ്ദത്തിൻ്റെ ബലം കൊണ്ട് മോഹാത്സ്യപ്പെട്ടു വീഴുകയും അവിടെ ഉണ്ടായിരുന്ന പക്ഷിമൃഗാദികളെല്ലാം ഭയന്നോടുകയും
ഒപ്പം അവർ ആനന്ദത്തോടു കൂടി തിരിച്ചു വരികയും ചെയ്തു എന്നാണ് പറയുന്നത്. ശബ്ദം കേട്ട മാത്രയിൽ അവർ ഭയചിത്തരായി ഓടി. അവർ ഓടിത്തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഈ ശാപം എന്താണ്, ശൈവശാപമാണ്. ഇത് കുലയ്ക്കപ്പെട്ട ആള് സീതാദേവിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇത് വലിയൊരു മംഗളകരമായിരിക്കുന്ന കർമ്മം നടക്കാൻ പോകുന്നു എന്ന് അവർ ആനന്ദത്തോടുകൂടി അവർ ഉൾക്കൊണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന സീതാദേവി, അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട്, ഇതിന്റെ ശബ്ദം കേട്ട് സീതാദേവി ഒരു മാൻപേടയെ പോലെ നാണിച്ചു എന്നാണ് പറയുക, അല്ലേ? ഇതിലെ അത്ര ആ വിധത്തിലല്ല പറയുന്നത് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിൽ ഒരു ലജ്ജയോടുകൂടി സീതാദേവി നിൽക്കുന്ന സമയത്ത് അയോധ്യയുടെ അധിപനായിരിക്കുന്ന ദശരഥ മഹാരാജാവിൻ്റെ മകനായിരിക്കുന്ന ശ്രീരാമൻ ഇതാ ആ വില്ല് കുലച്ചിരിക്കുന്നു. തൻ്റെ കൊട്ടാരത്തിലെ ജനകന്റെ മകളായിരിക്കുന്ന ജാനകിയെ വിവാഹം കഴിക്കുവാൻ യോഗ്യനായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ജനക മഹാരാജാവ് എന്ത് ചെയ്തു, വിശ്വാമിത്രനോട് പറഞ്ഞു, നമുക്ക് ഈ വിവാഹാദി വിഷയങ്ങളിലേക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഒരു കാര്യം ചെയ്യും. വിശ്വാമിത്രൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, ഇവരിപ്പോൾ എന്നോടൊപ്പമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിവരത്തെ കൃത്യമായിട്ട് ദശരഥ മഹാരാജാവിനെയും അദ്ദേഹത്തിൻ്റെ പത്നിമാരായിരിക്കുന്ന ഇവരുടെ അമ്മമാരെയും കൃത്യമായിട്ട് അറിയിക്കുക. അറിയിച്ച് അവരുടെ അടുക്കൽ നിന്നും അനുവാദത്തോടു കൂടി നമുക്ക് ഈ വിവാഹത്തിൻ്റെ കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുന്നു. അങ്ങനെ ജനക മഹാരാജാവ് ഉടൻ തന്നെ തൻ്റെ ആ വിവരത്തെ അറിയിക്കാൻ ആളിനെ വിട്ടു. അവരെല്ലാം പോയി അയോധ്യയിൽ ചെന്നത് പറഞ്ഞു. അയോധ്യയിൽ നിന്നും ദശരഥ മഹാരാജാവ് ഇത് കേട്ടപ്പോൾ തന്നെ വളരെയധികം ആനന്ദത്തോടു കൂടി, ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വരുന്ന പരിവർത്തന കാലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. എല്ലാ രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾ കുട്ടികൾ തന്നെ. പക്ഷേ ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ പോലും അവർക്ക് മനസ്സിലാകണം തന്നോളം എത്തിയാൽ താനെന്ന് വിളിക്കണം എന്ന് പറഞ്ഞത്. അവർ അവരുടേതായിരിക്കുന്ന കഴിവുകളും പ്രാപ്തികളും ഉള്ളവരാണ്, അല്ലേ? ദശരഥ മഹാരാജാവ് ആദ്യം വിശ്വാമിത്രൻ ചെല്ലുന്നപ്പോൾ പറഞ്ഞു, വിടത്തില്ലെന്ന് പറഞ്ഞ ആളാണ്. എന്താണ്, ഒരച്ഛൻ എന്ന നിലയിൽ ആ ബുദ്ധിമുട്ട് അവിടെ കാണിച്ചു ദശരഥൻ. ആ കാണിച്ചത് ശരിയാണ്. പക്ഷേ ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രാമനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു പരിവർത്തന കാലം ഉണ്ടാകുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിൽ താൻ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാകുന്നതിന് വേണ്ടി തനിക്ക് കിട്ടുന്ന അവസരങ്ങളെയും സാഹചര്യങ്ങളെയും നമ്മൾ ഇല്ലാതാക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അതില്ലാതാക്കാതെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും വേണ്ട ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അത് പലപ്പോഴും നമ്മൾ രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അത് പലപ്പോഴും കുട്ടികൾ എപ്പോഴും അച്ഛനും അമ്മയ്ക്കും ഒക്കെ മക്കൾ എപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെയാണ്, അല്ലേ? ഏത് പ്രായത്തിലെത്തിയാലും കൊച്ചു കുഞ്ഞുങ്ങളാണ്. അവരിനി എത്ര വളർന്നാലും ശരി ആ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ഇപ്പോഴും കൊച്ചു കുഞ്ഞാണെന്നാ വിചാരം, ഇല്ലേ? നമ്മൾ പറയത്തില്ലേ? അപ്പോൾ ആ തലത്തിലുള്ള ഒരവസ്ഥകൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഒരു മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയാണെങ്കിലും ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് ചിന്തിക്കണം. കാരണം അവരവരുടെ ജീവിതത്തിൽ അവരവരുടെ ജീവിതത്തിൽ നിന്നുണ്ടാകേണ്ട ചില പാഠങ്ങളുണ്ട്. ജീവിതത്തിൽ പഠിക്കേണ്ടത് എവിടെ നിന്നാണ് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ എന്താണ്, പഠിക്കുന്നിടത്ത് വിദ്യാഭ്യാസത്തിൽ നിന്നും അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്, മാതാപിതാക്കളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ഒപ്പം എന്താണ്, അവരവരുടെ അനുഭവങ്ങളിൽ നിന്ന് അവരവർ പഠിക്കേണ്ടതുണ്ട്. ആ അവരവരുടേതായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ ഇപ്പോൾ നമ്മൾ പറയും രാത്രിയിൽ നടന്നു പോകണം, മോനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവിടും ലൈറ്റ് ടോർച്ചൊക്കെ അടിച്ച്. എത്ര ദിവസം നമ്മൾ കൊണ്ടുപോകും? അവൻ ഒരു ദിവസമെങ്കിലും തന്നെ പോകുവാൻ പ്രാപ്തനാക്കണം ആ കുട്ടിയെ. എന്തിനാണ്? കാരണം എല്ലാ കാലവും നമ്മൾ ഒപ്പം ഉണ്ടാകില്ല. അതുകൊണ്ട് ഇനിയുമുള്ള കാലത്ത് അവൻ അവൻ്റേതായിരിക്കുന്ന കാര്യപ്രാപ്തിയോടുകൂടി മുന്നോട്ട് പോകുവാൻ അവൻ കഴിവുള്ളവനാകണം. അത് ഒരച്ഛൻ എപ്പോഴാണോ അത് അംഗീകരിക്കുന്നത് അപ്പോഴാണ് ആ മകൻ്റെ കഴിവിനെ അച്ഛൻ അംഗീകരിച്ചത് എന്ന് തോന്നുന്നത്.
അതാണ് അതിൻ്റെതായിരിക്കുന്ന ഒരു സങ്കല്പം. നമുക്കറിയാം വർണ്ണാശ്രമ ധർമ്മങ്ങൾ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും സന്യാസവും എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യത്തിൽ നിന്നും വിദ്യാഭ്യാസ കാലം കഴിഞ്ഞ് വീടുകളിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? അച്ഛൻ തൻ്റെ ഉത്തരവാദിത്തങ്ങളെയും ചുമതലകളെയും മക്കളെ ഏൽപ്പിക്കും. ആ മക്കൾ അത് തന്നെ ഏറ്റെടുത്ത് അത് ചെയ്യുവാൻ അവർക്ക് വേണ്ടുന്ന സഹായം കൊടുത്തുകൊണ്ട് പുറകിൽ നിൽക്കും. അതാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗാർഹസ്ഥത്തിലേക്ക് എത്തുമ്പോൾ ആ ഗാർഹസ്ഥത്തിൽ നിന്ന് പിടിവിടാതിരിക്കുന്ന രക്ഷകർത്താക്കൾ എന്ത് ചെയ്യും? മക്കൾക്കൊരു അങ്ങോട്ട് പോകുന്നതിന് പറയും, ഞാനും കൂടെ വരാം. ഇല്ലേ, ചില അച്ഛനമ്മമാർ പറയുമല്ലോ, എവിടെ പോകണില്ല, അത് ഞാനിവിടെ കൂടെ വരാം, ഞാനിവിടെ കൂടെ വന്ന് നമുക്ക് ഒന്നിച്ചു പോയാൽ മതി. ചില സ്ഥലങ്ങളിൽ, സാഹചര്യങ്ങളിൽ അവരവരുടേതായിരിക്കുന്ന ബുദ്ധികൾ ചിലപ്പോൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ബുദ്ധികൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവരവർക്ക് വേണ്ടുന്നതായിരിക്കുന്ന സൗകര്യങ്ങളെ രക്ഷകർത്താക്കൾ ഇപ്പം വാഹനം ഓടിക്കുമ്പോൾ എന്നും ഡ്രൈവറെ, വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന ആൾ നമ്മുടെ സൈഡിൽ ഇരിക്കണമെന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ചില സമയങ്ങളിൽ തന്നൊന്ന് വാഹനം ഓടിക്കാൻ പറയും, വാഹനമൊക്കെ ഒന്ന് ഓടിച്ച് ഒക്കെ വരും. അതുപോലെയാണ് ജീവിതത്തിൽ ലോകപരിചയം എന്ന് പറയുന്നത്. എല്ലാ ലോകങ്ങളിലും കാണുമ്പോഴും ഓരോ സ്ഥലങ്ങൾ, നമ്മളുടെ സ്ഥലത്തെ സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ അല്ല മറ്റൊരിടത്ത്. ആ മറ്റൊരിടത്തെയും സൗകര്യങ്ങളെയും സാഹചര്യങ്ങളെയും നമുക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാകണം. അതിന് അവർക്ക് വേണ്ടത് അവസരങ്ങളാണ്. എപ്പോഴും ഈ അവസരങ്ങൾ എപ്പോഴും ഒരുപോലെ ഉണ്ടാകണമെന്നില്ല. ഉണ്ടാകുന്ന അവസരങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുവാൻ അവരെ നമ്മൾക്ക് സഹായിക്കാൻ സാധിക്കും. ആ സഹായങ്ങളാണ് അവരുടെ ജീവിതത്തിൽ പിന്നീടുണ്ടാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ എന്ന് പറയും. ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാഷകൾ പഠിക്കുക, പുതിയ പുതിയ ഒരു സാഹചര്യത്തിൽ ചെന്നാൽ എങ്ങനെയാണ് അവിടെ പെരുമാറേണ്ടത് എന്ന് സ്വയം നമുക്കൊന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആ തലത്തിലേക്ക് ഇറങ്ങണം. അവിടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും സ്വയം തീരുമാനിക്കാൻ പഠിക്കുന്നത്, സ്വയം നടപ്പിലാക്കാൻ പഠിക്കുന്നത്, സ്വന്തം തലത്തിലൂടെ ചിന്തിക്കുന്നത്, സ്വന്തം തലത്തിലൂടെ പ്രവർത്തിക്കുന്നത്. അതെപ്പോഴും നമുക്കത് മനസ്സിലാകണമെങ്കിൽ കുട്ടികൾക്ക് അവരുടേതായിരിക്കുന്ന സൗകര്യങ്ങൾ. ഈ രാമായണത്തിൽ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബ്രഹ്മചര്യത്തിൽ നിന്നുകൊണ്ട് കൗമാരകാലത്ത് നിന്നിരുന്ന രാമനെ വിശ്വാമിത്രനോടൊപ്പം വിടാതിരിക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ആള് ദശരഥനാണ്. ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രയാസമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വിശ്വാമിത്രനോടൊപ്പം തൻ്റെ മകനെ വിടുന്നത് ഏറ്റവും ഉചിതവും ഏറ്റവും ഗുണകരവുമാണ് എന്ന് ആ വസിഷ്ഠ മഹർഷിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം രാജഗുരുവായിരിക്കുന്ന വസിഷ്ഠൻ ദശരഥനോട് പറഞ്ഞു കൊടുത്തത്. ആ വിശ്വാമിത്രൻ എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. എന്തു ചെയ്യും? എത്രയോ ശക്തിയും ചൈതന്യവും ഉള്ള ആളാണ്, എത്ര കഴിവുള്ള ആളാണ്. അദ്ദേഹത്തോടൊപ്പം നമ്മുടെ മകനെ വിടുന്നത് എന്തുകൊണ്ടും ഉന്നതവും ഉചിതവുമായിരിക്കുന്നതായിരിക്കുമെന്ന് പറയുന്നത് കൊണ്ടാണ്. പക്ഷേ പുത്രവാത്സല്യത്തിൻ്റെ ഒരു പടുകുഴി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ പടുകുഴിയിൽ നിന്ന് കയറുവാൻ പലപ്പോഴും ഈ പറയുന്നവരെ കൊണ്ട് സാധ്യമാകണമെന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? എങ്കിലും എങ്ങനെയാണ് എന്ന് ഒരു പ്രയാസവും വിഷമവും ഉണ്ടായിക്കൊണ്ട് ഇരുന്ന തലമാണ് ആ ദശരഥ മഹാരാജാവിന് എന്നുള്ളതാണ്. അത് മാറ്റിയെടുക്കുവാൻ ആരുടെ വാക്കുകൾക്ക് സാധിച്ചു? വസിഷ്ഠ മഹർഷിയുടെ വാക്കുകൾക്ക് സാധിച്ചു. അങ്ങനെ സാധിച്ചത് കൊണ്ടാണ് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ദശരഥ മഹാരാജാവിൻ്റെ ആ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് രാമലക്ഷ്മണന്മാർ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പുതിയ പുതിയ അറിവുകളും കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനാണ് അവരെ തന്നെ വിട്ടത്, ഇല്ലേ? വിശ്വാമിത്രനോടൊപ്പം തന്നെ വിട്ടത് അവരെ. അതുകൊണ്ട് രാമലക്ഷ്മണന്മാർ പോയത് അതുകൊണ്ടാണ്. അല്ലാതെ ദശരഥ മഹാരാജാവ് കൂടെ പോയില്ല. ദശരഥ മഹാരാജാവ് സാരക്കാരനല്ല. വേണമെങ്കിൽ ചെല്ലാവെന്ന് പറഞ്ഞിട്ടും വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണ്. കാരണം എന്താണ്? രാമലക്ഷ്മണന്മാർക്ക് അവർക്ക് അവരവരുടേതായിരിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന കഴിവുകളുണ്ട്. ആ കഴിവുകളെ പ്രകടിപ്പിക്കുവാനും പ്രദർശിപ്പിക്കുവാനും ഉപയോഗിക്കുവാനും അവയെ ഉറപ്പിക്കുവാനും ഇതുപോലെയുള്ള സൗകര്യങ്ങളെയും സാഹചര്യങ്ങളെയും ആവശ്യമായതുകൊണ്ട്, അങ്ങനെ പോയത് കൊണ്ടാണ് ഇന്ന് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി ആ ശൈവജാപത്തെ കുലച്ചുകൊണ്ട് ആ രാമലക്ഷ്മണന്മാർ അജയ്യരായി തന്നെ മാറി നിന്നത്. അങ്ങനെ അജയ്യരായി വന്നപ്പോൾ
ആ രാമലക്ഷ്മണന്മാരുടെ വൈവാഹികമായിരിക്കുന്ന ജീവിത പന്ഥാവിനെ തുറന്നെടുക്കുവാൻ ഈ ഒരു യാത്രയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ്. അങ്ങനെ ദശരഥ മഹാരാജാവും കൈകേയിയും കൗസല്യയും കൈകേയിയും സുമിത്രയും തുടങ്ങിയ ആ രാജ്ഞിമാരും ഒപ്പം ആ അയോധ്യയിലെ സകല ആൾക്കാരും ആ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തി എന്നാണ് പറയുക. എത്തിയിട്ട് ഇതുപോലെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഉചിതമായിരിക്കുന്ന ഒരു ശുഭകരമായിരിക്കുന്ന ഒരു മുഹൂർത്തത്തിൽ അവരുടെ വിവാഹത്തെ ആചരിക്കാൻ, അതായത് കന്യാദാനമാണ് അവിടെ ചെയ്യുന്നത്. പരിപൂർണമായിരിക്കുന്ന ഉത്തരവാദിത്വം അങ്ങ് ഏൽപ്പിക്കുകയാണ്. പരിപൂർണമായിരിക്കുന്ന ഉത്തരവാദിത്വം. ഈ അവകാശമൊന്നും പ്രത്യേകം എടുത്തു വെച്ചിട്ടൊന്നുമില്ല. കൊടുക്കാനുള്ളതെല്ലാം അന്ന് തന്നെ കൊടുത്തങ്ങ് വിടുകയാണ്. പിന്നെ ഇവിടെ അവകാശം കൊണ്ട് തിരിച്ചു വരരുത്. അതുകൊണ്ട് കൊടുക്കാനുള്ളതെല്ലാം സന്തോഷത്തോടു കൂടി കൊടുത്തു വിടുകയാണ്. അങ്ങനെ കൊടുത്തു പോകുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ പറയുന്നുണ്ട്, എന്താണ്, ഇതുപോലെ ഒരു മംഗളകരമായിരിക്കുന്ന കാര്യം, ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യത്തിന് ഈ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരം അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്താണ്, വളരെ മംഗളകരമാണ് രാമൻ്റെയും ഒപ്പം സീതാദേവിയുടെയും വിവാഹം. ഉത്തമമായിരിക്കുന്ന മുഹൂർത്തത്തിൽ ജനക മഹാരാജാവ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കയ്യിലേക്ക് തൻ്റെ മകളായിരിക്കുന്ന സീതാദേവിയെ കൊടുക്കുന്നു. ഏതൊരച്ഛൻ്റെയും മനസ്സിലുള്ളതുപോലെ എൻ്റെ മകളുടെ സുരക്ഷിതമായിരിക്കുന്ന സംരക്ഷണം രാമ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. അതാണ് കന്യാദാനം. ആ ഉത്തരവാദിത്വത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ഏൽപ്പിക്കപ്പെടുന്നു. എന്നിട്ടോ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, എൻ്റെ മകളായിരിക്കുന്ന ഊർമിളയെ ഞാൻ നിനക്ക് നൽകാം. അതുപോലെ തന്നെ ഭരതനോട് പറഞ്ഞു മാണ്ഡവിയുടെ പാണി ഗ്രഹിച്ചാലും, ശത്രുഘ്നനോട് പറഞ്ഞു ശ്രുതകീർത്തിയുടെ പാണിയെ ഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു കൊടുത്ത് അവിടെ ആ 4 ആൺമക്കളുടെയും വിവാഹം, തൻ്റെ 4 പെൺമക്കളെയും കൊണ്ട് അവിടെ ജനക മഹാരാജാവ് അത് രാജോചിതമായി തന്നെ ആഘോഷിച്ച് ആചരിക്കുകയാണ്. അപ്പം രാജോചിതമായിരിക്കുന്ന ആഘോഷങ്ങളും ആചരണങ്ങളും കൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും ഊർമിളയുടെയും ലക്ഷ്മണൻ്റെയും ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാരും വിവാഹം കഴിക്കുന്നതോടുകൂടി വളരെയധികം ആനന്ദകരമായിരിക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകുകയാണ്. വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു കാലമാണ്. അപ്പോൾ ആ വൈവാഹിക കാലത്തേക്ക് ഒരാൾ പ്രവേശിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു മാറ്റമാണ് അവിടെയുള്ളത്. അതുവരെ ഉണ്ടായിരുന്ന രീതികളോ സാഹചര്യങ്ങളോ ഒന്നുമല്ല, ചിന്താരീതികളുമല്ല, മറിച്ച് ഒരു ഉയർന്ന തലത്തിലേക്ക് ആ വ്യക്തി മാറുകയാണ്. സ്വയം കഴിവുള്ളവനായി, സ്വയം യോഗ്യതയുള്ളവനായി, തൻ്റെ കഴിവാൽ തന്നെ താൻ സ്വീകരിക്കപ്പെട്ട, തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഒരാളുടെ സുരക്ഷിതത്വം പരിപൂർണമായി ചെയ്യുവാൻ താൻ തയ്യാറാകുക എന്നുള്ള ഒരു കഴിവ് അവിടെ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർക്ക് ലഭിക്കുകയാണ്. ഇതിനെല്ലാം കാരണക്കാരൻ വിശ്വാമിത്രനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാക്കുകൾ, അവരുടെ ചിന്തകൾ, അവരുടെ യാത്രകൾ, അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ, നമ്മൾ പറയും അവർക്ക് 3 നേരം ഭക്ഷണം കൊടുക്കുന്നില്ലയോ, അവർക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മേടിച്ചു കൊടുക്കുന്നില്ലയോ, അതുപോലെ അതല്ല. അവരുടെ മനസ്സ് വളരണം. ശരീരമേ വളരുന്നുള്ളൂ, മനസ്സ് വളരണം. ആ മനസ്സ് വളരണമെങ്കിൽ അവരുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ജീവിച്ച, നമ്മൾ വളർന്ന അന്തരീക്ഷമാകില്ല. നമ്മളുടെ ചിന്താധാരകളും ചിന്താരീതികളുമായിരിക്കില്ല അവർക്ക് അവരവരുടേതായിരിക്കുന്ന ചിന്താധാരകളും ചിന്താരീതികളും ഉണ്ടാകുമ്പോൾ അവയിലേക്ക് ഉൾക്കൊള്ളുവാൻ അവർക്ക് സാധ്യമാകണമെങ്കിൽ അവരവരുടേതായിരിക്കുന്ന അഭിപ്രായങ്ങളും ചിന്തകളും ഒരു നല്ല യാത്രകളും അല്ലെങ്കിൽ നല്ല നല്ല പുതിയ പുതിയ അറിവുകളുമൊക്കെ അവർക്ക് ആവശ്യമുള്ളതാണ് എന്നുള്ളതാണ്.
ഈ ആവശ്യങ്ങളെ മനസ്സിലാക്കി നമ്മൾ കൊടുക്കുമ്പോഴാണ് യഥാർത്ഥമായിരിക്കുന്ന ആ തലത്തിലൂടെ നമ്മൾ പോകുന്നത്. എപ്പോഴും ഒരുപോലെയല്ല. അതുകൊണ്ടല്ലേ നമ്മൾ ജോലിയിലൊക്കെ വരുമ്പോൾ പ്രമോഷൻ കിട്ടുന്നത്, ഇല്ലേ? എപ്പോഴും ഒരേ ജോലി തന്നെയല്ല ചെയ്യുക. ആ ജോലിയിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് പ്രമോഷനായി, അങ്ങനെ പ്രമോഷനായി മാറുകയാണ്. അവിടെ ഒന്നും രക്ഷകർത്താക്കളല്ല ഇല്ലെന്ന് ആണോ? അല്ല. അവിടെ അവരവരുടേതായിരിക്കുന്ന കഴിവിലൂടെയാണ്. ആ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും പ്രദർശിപ്പിക്കുവാനും സൗകര്യങ്ങളെയും സാഹചര്യങ്ങളെയും ഒരുക്കി കൊടുക്കുക ഏതൊരു രക്ഷകർത്താക്കളുടെയും ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായിട്ട് ദശരഥ മഹാരാജാവ് വസിഷ്ഠ മഹർഷിയുടെ അനുവാദത്തോടുകൂടി അല്ലെങ്കിൽ നിർബന്ധത്തോടുകൂടി ചെയ്തു എന്നുള്ളതാണ് ദശരഥൻ ചെയ്ത ഏറ്റവും വലിയ ശരി എന്നുള്ളത്. അത് നാം ഇവിടെ മനസ്സിലാക്കപ്പെടുമ്പോഴാണ് രാമലക്ഷ്മണന്മാരുടെ കഴിവുകളെ ബോധ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗങ്ങളൊക്കെ കുറച്ചു കാലം മുമ്പ് നമ്മളത് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള നന്മകളെയും അനുഗ്രഹങ്ങളെയും ഉൾക്കൊള്ളുന്നവരായി നമ്മളുടെ വരുന്നൊരു തലമുറ മാറപ്പെടണമെങ്കിൽ അവർക്ക് അവരവരുടേതായിരിക്കുന്ന അനുഗ്രഹങ്ങളും ഗുണങ്ങളുമൊക്കെ അവർക്കുണ്ടാകണം. പുതിയ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനും സ്വതന്ത്രമായി വാക്കുകൾ ഉപയോഗിക്കുവാനും സ്വതന്ത്രമായി അവരുടെ ചിന്താധാരകളെ കൂടുതൽ വളർത്തിയെടുക്കുവാനും അവർക്ക് സുരക്ഷിതത്വവും അവരവരുടേതായിരിക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകണം. ഒരുപക്ഷെ നമുക്ക് എപ്പോഴും തമാശകൾ പറയണം. പക്ഷേ പറയേണ്ട തമാശകൾ ഒരുപക്ഷെ എപ്പോഴും നമുക്ക് നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് പറയാൻ പറ്റില്ല. നമ്മുടെ കൂട്ടുകാരോട് പറയേണ്ട തമാശകളുണ്ട്, നമ്മുടെ ബന്ധുക്കളോട് പറയേണ്ട തമാശകളുണ്ട്, മാതാപിതാക്കളോട് പറയേണ്ട തമാശകളുണ്ട്. ഇവയെല്ലാം നമ്മളിൽ ഉള്ളതാണ്. നമ്മളുടെ വിചാരങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഇവയെല്ലാം. അവയ്ക്ക് എല്ലാവർക്കും അതിലൂടെ സാധ്യമാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ഒരുപാട് പേരെത്തി. ശ്രീ സുരേന്ദ്രൻ PK, ഗീതാജി പിള്ള, രാധാ സദാശിവൻ, ആശ, ശ്രീദേവി ചേച്ചി എത്തിയിട്ടുണ്ട്, രജനി രാമചന്ദ്രൻ, ഉഷാമ, പ്രസന്ന നായർ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ജനാർദ്ദനൻ നായർ, അപ്പം അങ്ങനെ ഒരുപാട് പേരെത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഭരത, ജയശ്രീ, അംബികാദേവി, ഗീതാമോഹൻ, രാജി നായർ, അവരൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നന്മകളുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നാളെ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാർഗവ രാഘവ സംവാദം നമുക്ക് ചർച്ച ചെയ്യപ്പെടാം. എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും നല്ലവരായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി നേരുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. നമസ്കാരം.